Realme C30s എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 7500 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് Realme C30s എന്ന ഫോണിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ്. ആദ്യം നമ്മൾ ഡിസ്പ്ലേയുടെ കാര്യം നോക്കുകയാണെങ്കിൽ Realme C30sൽ 6.5 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. ഫുൾ HD റെസൊല്യൂഷൻ വരുന്നില്ല, HD റെസൊല്യൂഷനേ വരുന്നുള്ളൂ. പക്ഷേ 7500 രൂപ പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഫുൾ HD റെസൊല്യൂഷൻ ഒന്നും എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല. LCD പാനലാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ കൂടിയ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നില്ല. 60 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഇതിൽ വരുന്നുള്ളൂ. പക്ഷേ അതും കംപ്ലൈൻ്റ് ആയിട്ട് പറയാൻ പറ്റില്ല, കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു ഫോണിനുള്ളും കൂടിയ റിഫ്രഷ് റേറ്റ് ഒന്നും വരുന്നില്ല. പിന്നെ 120 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് ഈ ഫോണിൽ വരുന്നുണ്ട്. ഫോണിൻ്റെ ഫ്രണ്ടിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ച് കൊടുത്തിട്ടുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള പഞ്ചോൾ ഡിസൈനൊന്നും കൊടുത്തിട്ടില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് പഞ്ചോൾ ഡിസൈനും എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല. 20:9 എന്ന ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. ഏകദേശം 88.7% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ഈ ഫോണിൽ വരുന്നുണ്ട്. ഫോണിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 400 നിറ്റ്സ് ആണ്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബേസിക് ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സാണ് ഈ ഫോണിൽ വരുന്നത്. 7500 രൂപ പ്രൈസ് റേഞ്ചിൽ അത് തിരക്കില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സ് തന്നെയാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള അത്യാവശ്യം തിരക്കില്ലാത്ത നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് Realme C30sൽ കൊടുത്തിട്ടുണ്ട്. ഇതിലും കൂടുതലൊന്നും ഡിസ്പ്ലേയുടെ കാര്യത്തിൽ നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഫിംഗർ പ്രിന്റ് സെൻസർ ഈ ഫോണിൽ വരുന്നുണ്ട്. ഫിംഗർ പ്രിന്റ് സെൻസർ ഫോണിൻ്റെ സൈഡിൽ പവർ ബട്ടണിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. 7500 രൂപ പ്രൈസ് റേഞ്ചിൽ ഫിംഗർ പ്രിന്റ് സെൻസർ ലഭിക്കുന്നു എന്നുള്ളത് നല്ലൊരു കാര്യം തന്നെയാണ്. അതും സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസറുമായിട്ട് വരുന്ന ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ നോക്കാവുന്നതാണ്. പിന്നെ Realme C30 എന്ന ഫോണിൽ ഫിംഗർ പ്രിന്റ് സെൻസർ വന്നിട്ടില്ല. എന്നാൽ ഈ ഒരു S വെർഷനിൽ ഫിംഗർ പ്രിന്റ് സെൻസർ കൊടുത്തിട്ടുണ്ട്. ഈ ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 186 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 8.5 mm ആണ്. പിന്നെ ഈ ഫോണിൻ്റെ 2 കളർ വേരിയൻസ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. സ്ട്രൈപ്പ് ബ്ലാക്കും അതുപോലെ തന്നെ സ്ട്രൈപ്പ് ബ്ലൂവും. ഇനി പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ unisoc SC9863A എന്ന പ്രോസസ്സറാണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. 7500 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് ബെസ്റ്റാണ് എന്ന് പറയാൻ പറ്റിയിട്ടില്ലെങ്കിലും തിരക്കേടില്ലാത്തൊരു പ്രോസസ്സറാണ്. തിരക്കേടില്ലാത്ത ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ നടന്നു പോവേണ്ടതാണ്. പിന്നെ Realme C30 എന്ന ഫോണിൽ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള unisoc T612 എന്ന പ്രോസസ്സർ വരുന്നുണ്ട്. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിൽ ഫിംഗർ പ്രിന്റ് സെൻസർ ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് മെയിനായിട്ട് വേണ്ടത് എന്താണെന്നുള്ള കാര്യം ആദ്യം ഡിസൈഡ് ചെയ്യുക. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ ആണെന്നുണ്ടെങ്കിൽ C30s എന്ന ഫോൺ നോക്കാവുന്നതാണ് റിയൽമിയുടെ കാര്യത്തിൽ. അതല്ല പ്രോസസ്സർ ആണെന്നുണ്ടെങ്കിൽ Realme C30 എന്ന ഫോൺ നോക്കാവുന്നതാണ്. അതിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സർ വരുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, വിലയും കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടി ഒന്ന് കുറവാണ്. ആ ഒരു ഫോൺ ഇപ്പം 6800 രൂപ പ്രൈസ് റേഞ്ചിൽ കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൽ 5G സപ്പോർട്ട് ചെയ്യുന്നില്ല, മാക്സിമം 4G സപ്പോർട്ടാണ് വരുന്നത്. ഈ ഫോണിൻ്റെ 2 വെർഷൻസ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ബേസ് വേരിയൻറ്റിൽ 2GB റാമും 32GB ഇൻറ്റേർണലുമാണ് വരുന്നത്. 4GB റാമും 64GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഫോണിൽ ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് 2 സിം യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു മെമ്മറി കാർഡ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. അങ്ങനെ 1 TB മെമ്മറി എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഡയറാക്ട് 3.0 ഓഡിയോ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 3.5 mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടുണ്ട്. Android 12 ബേസ് ആയിട്ടുള്ള Go Edition സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. Go Edition സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ പ്രോസസ്സർ അത്ര പവർഫുൾ അല്ല എന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ റാമൊക്കെ കുറവാണെന്നുണ്ടെങ്കിലൊക്കെ ഫോണിൽ ഹാങ്ങും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആൻഡ്രോയിഡിൻ്റെ ഒരു ലൈറ്റ് വെർഷനാണ് സോഫ്റ്റ്വെയറിൽ കൊടുക്കാറ്. അതാണ് Go Edition. Android 12 Go Edition ബേസ് ആയിട്ടുള്ള Realme സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ സിംഗിൾ ക്യാമറ ആണ് വരുന്നത്. ഫോണിൻ്റെ പിന്നിൽ 8 MP f2.0 അപ്പേഴ്സിൽ വരുന്ന സെൻസറാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഫ്രണ്ടിൽ 5 MP f2.2 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000 mAh ബാറ്ററി ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നില്ല. 10 വാട്ടിൻ്റെ ചാർജിങ് സ്പീഡേ ഈ ഫോണിൽ വരുന്നുള്ളൂ. പക്ഷേ 7500 രൂപ പ്രൈസ് റേഞ്ചിൽ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യാത്തത് ഒരിക്കലും ഒരു കംപ്ലൈൻ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. പിന്നെ മൈക്രോ USB ചാർജിങ് പോർട്ടാണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി വിലയുടെ കാര്യം പറയുകയാണെങ്കിൽ 2GB റാം 32GB ഇൻറ്റേർണൽ വെർഷൻ്റെ വില വരുന്നത് 7499 രൂപയാണ്. അതുപോലെ തന്നെ 4GB റാം 64GB ഇൻറ്റേർണൽ വെർഷൻ്റെ വില വരുന്നത് 8999 രൂപയാണ്. പിന്നെ സെപ്റ്റംബർ 23 മുതലാണ് ഫോണിൻ്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫ്ലിപ്കാർട്ട് പ്ലസ് മെമ്പർമാർക്ക് സെപ്റ്റംബർ 22 മുതൽ തന്നെ ഈ ഫോൺ ലഭിച്ചു തുടങ്ങുന്നതായിരിക്കും. ഫ്ലിപ്കാർട്ട് വഴിയാണ് ഫോണിൻ്റെ സെയിൽ നടക്കുന്നത്. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 7500 രൂപ പ്രൈസ് റേഞ്ചിൽ തിരക്കേടില്ലാത്ത ചില ഫീച്ചേഴ്സൊക്കെ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസറുമായിട്ട് വരുന്ന ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ നോക്കാവുന്നതാണ്. ബാക്കി ഫീച്ചേഴ്സ് തിരക്കേടില്ലാത്ത ഫീച്ചേഴ്സാണ്. പിന്നെ നിങ്ങൾക്ക് ഫിംഗർ പ്രിന്റ് സെൻസർ എന്നുള്ള ഫീച്ചറിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്
പ്രോസസ്സർ എന്നുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ റിയൽമി C30 എന്ന ഫോൺ നോക്കാവുന്നതാണ്. അതിന് കമ്പാരിറ്റീവ്ലി വില കുറച്ച് കുറവാണ്. എന്തായാലും റിയൽമി C30s എന്ന ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. എൻ്റെ ഒരു അഭിപ്രായത്തിൽ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സെൻസറുള്ള ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ ഈ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാം.